ഇതേ റെഡിയായി ഫ്രഷൊക്കെ ആയിട്ട് ഞങ്ങൾ മെറീന ബീച്ചിൽ പോവാം. അപ്പം ഇന്നും കൂടെ അവിടെ കവർ ചെയ്യാൻ പറ്റുള്ളൂ നൈറ്റ്. അപ്പോൾ അവിടെ ചെന്ന് മെറീന ബീച്ചിൽ ചെന്നിട്ട് അവിടെ നിന്ന് വേണം കഴിക്കാൻ പോകാനായിട്ട്. ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഊബർ വിളിക്കണം. 2 കിലോമീറ്റർ എന്നല്ല പറഞ്ഞത്, 200 രൂപയെന്നാണ് കാണിച്ചത്. ഇത് ഞാൻ കട്ടിയാണെന്നാണ് പറയുന്നത്. ഊബർ കിട്ടിയില്ല, ഓട്ടോ കിട്ടി. அண்ணா வந்து பெரிய ஆளு. வாவ் அண்ணா உன்ன நேம் என்ன? नाम क्या है? नाम பேர் என்ன? பேர் என்ன சொல்லுங்க? சசி. சசி. யா வந்து சசி என்ன गाइस? ஊரட ஊரு சென்னையில எவன? எங்கங்க ஊருங்க? வேளாங்கண்ணியா? வேளாங்கண்ணில இங்கங்க எப்படி? இங்கதான் இருக்கீங்க? எத்தனை வருஷம் இருக்கீங்க? 20 வருஷமா இருக்கு. 20 வருஷமா இருக்கு. வருஷம் 20 வருஷம். சாரி, எனக்கு தமிழ் கிடையாது. யாரெல்லாம் இருக்காங்க அண்ணா? வீட்ல என் வைஃப், 2 பசங்க இருக்கு. பசங்க என்ன பண்றாங்க? காலேஜ் ஃபர்ஸ்ட் இயர் முடிச்சிருக்கு. காலேஜ் ஃபர்ஸ்ட் இயரா? யா. என்ன பண்றீங்க? கொச்சுமா. சேட்ட கொச்சுமா குழந்தை. என்ன பெரிய பொண்ணு ஃபர்ஸ்ட் இயர் முடிச்சிட்டு, செகண்ட் என்ன? செகண்ட் இயர். பிகாம் செகண்ட் இயர். ഗൈസ്, ട്രാൻസ്ലേഷൻ എനിക്ക് വേണം. എനിക്ക് തപ്പു ട്രാൻസ്ലേറ്റ് ചെയ്യേ. ബികോം സെക്കൻഡ് ഇയർ പഠിക്കാണ്. സെക്കൻഡറി ബികോം സെക്കൻഡ് ഇയർ പഠിക്കാണ്. ഓ വലിയ ആള്. ഞാൻ കഷ്ടപ്പെട്ട് മുടിയൊക്കെ ചെയ്തു. ചേട്ടൻ പറക്കുന്നലിയുടെ പേരാ. പേരെന്ത്? വൈഫ് ചന്ദ്ര. ചന്ദ്രമതി. വെറും ചന്ദ്ര. വെറും ചന്ദ്ര. ശശി എന്ന വെറും ശശി. ഫുൾ നെയിം ഉണ്ട് ശശികുമാർ. ശശികുമാർ റെഡ്ഡി. റെഡ്ഡി ഉണ്ടോ? റെഡ്ഡി नहीं വെറും ശശികുമാർ. വെറും ശശികുമാർ. ലോറി. ഇന്ന വണ്ടിക്ക് ബ്രേക്ക് വേളാങ്കണ്ണി മാതാ രക്ഷിക്കണേ. പറക്കുകയാണ്. ഞങ്ങൾ 2Xൽ ഒന്നും ഇട്ടിട്ടില്ല. വീഡിയോ തന്നെ പോകുന്നതാണ് 2Xൽ. എന്റെ ഔട്ട്ഫിറ്റ് ഒന്ന് എനിക്ക് റിപ്പയർ ചെയ്യണം. ഓട്ടോയിലെ ഡിക്കിയിലെങ്കിലും ഒന്ന് കയറ്റിടാൻ സമ്മതിച്ചിരുന്നെങ്കിൽ. നമ്മൾ വരാനിരുന്ന സ്റ്റേഡിയം അങ്ങോട്ട് നോക്കൂ. നമ്മൾ വരാനിരുന്ന സ്റ്റേഡിയം അല്ലേ ഇത്? അതെ, ചെപ്പോക്ക് സ്റ്റേഡിയം. നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. കിടയാതെ ടിക്കറ്റ് കിടയാതെ. തപ്പി ബീച്ചിലെത്തി. പക്ഷെ ബീച്ച് അരമണിക്കൂറിനുള്ളിൽ ക്ലോസ് ആവും എന്നാണ് പറയുന്നത്. സാരില്ല, ഒരു പേരിന് ഫോട്ടോ. വന്ന് നമ്മുടെ ശശിയണ്ണൻ സേ ഹായ്. എന്റെ യൂട്യൂബ് சேனல் சப்ஸ்கிரைப் பண்ணு. ஓகே, அம்னிஸ் vlog. பசங்க எல்லாம் சமத்தா படிக்க சொல்லுங்க. நல்லா படிக்கணும். டடா அது ரொம்ப நேரம் வெயிட் பண்ணாங்க. டக்குனு பார்த்து வெயிட் பண்ணி பேசிட்டு. ஓகேண்ணா, தேங்க்ஸ். ഗായ്സ്, എല്ലാം തലയിൽ ഉദിച്ചത് ചന്ദ്രൻ ഇപ്പം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്കും പെട്ടിയും കിടക്കെല്ലാം അടച്ച് മെറീന ബീച്ച് പോയി. ഒന്നുമില്ല, അടച്ച്. സെക്കൻഡ് ദേ നോക്ക്, ആകെ കുറച്ച് കാളയും പശു ഗോമാതാവ് മാത്രമേ ഉള്ളൂ. പ്ലാസ്റ്റിക് തിന്നുന്ന ഗോമാതാവ് ഹൈടെക്കായി. ഗൈസ്, ഇന്നത്തെ മിഷൻ ആക്ച്വലി ഫെയിൽഡായി. ഇനി ഈ മിഷൻ തന്നെ നാളെ ഒന്നും കൂടി ട്രൈ ചെയ്യും. കാരണം ഇപ്പം ഭയങ്കര രാത്രിയായി. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കാം, ആൾക്കാരോട് ചോദിച്ചതും അറിഞ്ഞതും പ്രകാരം ഒത്തിരി ലേറ്റായിട്ട് ഇവിടെ സേഫല്ല. കാരണം സേഫല്ല. പിന്നെ എപ്പോഴും ഇതൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം സേഫ് അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പോകുകയാണ്. ഇച്ചിരി കൂടെ വെട്ടമുള്ള സമയത്ത് വരാമെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പം മെറീന ബീച്ച് അടച്ചത് കാരണം ഞങ്ങൾ ഇവിടെ നമ്മുടെ MGRൻ്റെയും ജയലളിതയുടെയും സ്മാരകമുണ്ട്. അപ്പോൾ അത് കാണാൻ ഞങ്ങൾ നടക്കുകയാണ്. ഓൺ ദ വേ ടു സ്മാരകം. ഇതാ കാണുന്നതാണ് PWD, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. കൊള്ളാല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ മെമ്മോറിയലിൻ്റെ സ്ഥലത്താട്ടോ. ജയലളിതയുടെ
നമ്മുടെ MGRൻ്റെയും മെമ്മോറിയലിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. കമോൺ. അമ്പോ എനിക്ക് മനസ്സിലായില്ല, ആ താമര പോലെ ഇരിക്കുന്നത് എന്തുവാ ഉള്ളില്? ഇങ്ങ് വന്നേ. ആ താമര പോലെ ഇരിക്കുന്നത് എന്തുവാ അത്? ഇവരുടെ സ്മാരകം എവിടെ? അയ്യോ പട്ടിക്കുട്ടി. എടാ എല്ലാരും ഉറങ്ങുക. ഇതെന്താ? ഇവര് തമിഴിലൊക്കെ എഴുതി വെച്ചാ എങ്ങനെ? ജയലളിത. എവിടെ എവിടെ? എനിക്കറിയാം വായിക്കാൻ. പിന്നെ അയ്യോ പറ്റൂക്കുന്നോ? ഗൈസ് അതാണ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്. പണ്ട് വെച്ച് കേട്ടോ. അതിന്റെ സ്ട്രക്ചറൊക്കെ കണ്ടോ? നല്ല രസമുണ്ട് അല്ലേ? ഒരു മറ്റേ ഏൻഷ്യൻ കാലത്തൊരു എസ്തെറ്റിക് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ രാവിലെ വരേണ്ടതാണ്. നമുക്ക് പക്ഷേ സമയം കിട്ടിയില്ല. അപ്പം കണ്ടത് ജയലളിതയുടെയും MGRൻ്റെയും മെമ്മോറിയൽ ആണെങ്കിൽ, ഇതാണെങ്കിൽ പേരങ്കാനഗർ അന്ന മെമ്മോറിയലും പിന്നെ അത് കരുണാനിധി മെമ്മോറിയലുമാണ്. ഇതിന് ഉള്ളിൽ എൻട്രി ഉണ്ട്, പക്ഷെ ഇപ്പം ഇല്ല, ഇപ്പം അടച്ചിട്ടേക്കുവാണ്. ടൈം കഴിഞ്ഞു, രാവിലെയാണ്. അപ്പോൾ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ നിന്നൊക്കെ കയറി മൗണ്ട് റോഡിലോട്ട് പോകുകയാണ് കുട്ടി വയ്ക്കാൻ. ഉറക്കം വരുന്നുണ്ടോ ഗൈസ്? സന്തോഷമായ വാർത്ത, ആ ചേട്ടനെയും ഷെർബീനെയും ഇതുവരെ കണ്ടിട്ടില്ല. അവര് എവിടെ പോയി? എന്തോ പോയി. വരും ഗൈസ്. ഈ വഴി നിറയെ ഇതേപോലത്തെ പാസഞ്ചേഴ്സ് ആണ്. എപ്പോൾ വേണേലും അറ്റാക്ക് ചെയ്യാം. സോ സൂക്ഷിച്ചും കണ്ടും നടക്കുക. How it possible? പറ്റത്തില്ല. കടയിൽ ഇത്രയും തിരക്കൊക്കെ ടൂ മച്ച് അല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇത്രയ്ക്കും ഫേമസ് ആണ് ഇത്? ബസ് സ്റ്റാൻഡ് അല്ലാണോ? അല്ലല്ല, ഇത് അപ്പൊ ഞങ്ങള് കഴിച്ചിറങ്ങി. ഇങ്ങോട്ട് ഈ മൗണ്ട് റോഡിൽ മൊത്തം സ്ട്രീറ്റ് ഫുഡ്സും നല്ല ഫുഡ് ഐറ്റംസിന് പറ്റിയ ഒത്തിരി കാഴ്ച. ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. അപ്പൊ നമ്മള് ചേച്ചിയുടെ വണ്ടിയിലാട്ടോ കയറിയിരിക്കുന്നത്. எத்தனை மணி ஓட்டோ ஓடுறீங்க? எங்களுக்கு ஒரு 10 லேடிஸ்க்கு லாரன்ஸ் பாலா 50,000 டியூ கட்டி ஃபினிஷ் பண்ணி ஆட்டோ வாங்கி கொடுத்தாங்க. ஆக்டர் லாரன்ஸா? எஸ். ஒரு லேடி சம்சா வித்தாங்க ட்ரெயின்ல. அவங்களுக்கு சொந்தமா ஒரு ஆட்டோ போட்டு வாங்கி கொடுத்தாங்க. லைசென்ஸ் எடுத்துக்கிட்டாங்க. எடுத்து பேட்ச் போட்டு வச்சிருந்தாங்க. வண்டி வாங்கி கொடுக்க காசு இல்ல. அவரே 3 லட்சம் ரூபாய் கொடுத்து வண்டி வாங்கி கொடுத்து அவங்களுக்கு 3 பொம்பளை பிள்ளை, வீட்டுக்காரி இல்ல. ஹாப்பியா இருக்கீங்க இந்த ஜாப்ல? நீங்க ரொம்ப ஹாப்பி? நான் 25 இயர்ஸா வண்டி ஓட்டுறேன். 25 இயர்ஸ்ல வண்டி ஓட்டுறீங்க? ஆமா, நம்ம 2 பேர் நின்னு எடுத்தா நல்லா இருக்கும். രണ്ടുപേരും ഫോൺ സത്യവാണി പറഞ്ഞെന്തറിയോ? ഈ സിനിമാ നടൻ ലോറൻസ് ഇല്ലേ, ഈ ലോറൻസ് പുള്ളിക്കാരത്തിക്ക് ഒരു 50,000 രൂപ അല്ലെങ്കിൽ ഒരു 10 പേര് വരെങ്ങാനും ഉണ്ട്. അപ്പോൾ ഈ 10 പേർക്കും 50,000 രൂപ വെച്ച് കൊടുത്തിട്ട് ഈ 50,000 രൂപ കൊണ്ട് ഒരു ഓട്ടോ ഓടിച്ച് അങ്ങനെ ഫുള്ള് 3 പെൺമക്കളെയും കെട്ടിച്ചു വിട്ടു. അടിപൊളിയാണ്, ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞ ലോറൻസിന് ഭയങ്കര ആള് ഭയങ്കര വലിയ മനസ്കഥ കാണിച്ച് സൂപ്പറാക്കിയെന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയണത്. ഗൈസ്, നമ്മൾ ജീവിതത്തിൽ പല പല ആൾക്കാരെ കാണണം എന്നൊക്കെ പറയുമ്പോൾ ഇതാലേ ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്നറിയാം, സബ്സ്ക്രൈബറിനെ കിട്ടിയത് വേറെ കാര്യം. പക്ഷേ ചേച്ചി ഇങ്ങനെ നമ്മളിവിടെ സംസാരിക്കാനും ചേച്ചി ഹാപ്പിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങൾ ആദ്യം ഓട്ടം കയറിയപ്പോൾ ചേട്ടൻ ഞങ്ങളൊന്ന് ഭയങ്കര വൈബായിരുന്നു. പക്ഷേ ചേച്ചി നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് ആരെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായി സംസാരിക്കാനായിട്ട്. പാവം ചേച്ചി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജീവിതത്തിൽ പല പല ആൾക്കാരെ ഇതേപോലെ കണ്ടുകിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യം കാണുമ്പോൾ എന്താ ചോദിക്കേണ്ടത്? ഹാപ്പിയാണോ എന്ന് ചോദിക്കുക, ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വ്ളോഗും ഒക്കെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നാളെ ഉണ്ടാവും. അപ്പം ഇന്നത്തേക്കും ഇത്രയേ ഉള്ളൂ. ബൈ.